നമസ്കാരം. മിന്നൽ നിച്ചുവാണ്. നമ്മൾ ഒരുപാട് ഇന്ന് കാണുന്ന ഒരു സ്റ്റോറിയാണ് മമ്മൂട്ടിന്റെ സ്റ്റോറി. മമ്മൂട്ടി അഹങ്കാരം കാണിച്ചു. മമ്മൂട്ടി അവിടുത്തെ ഒരു സ്റ്റേജിലിരിക്കുന്ന ഒരാളെ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാനൊക്കെ ചെയ്യുന്നതൊക്കെ പറയും എന്നൊക്കെ ഉള്ള ഒരു ന്യൂസുകളാണ് കേൾക്കുന്നത്. മമ്മൂട്ടി അഹങ്കാരിയാണ് എന്നൊരക്കം പറയുന്നുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ, സിനിമ നടന്മാർ മാത്രമല്ല, സെലിബ്രിറ്റികൾ എല്ലാവരും ഒരു അഹങ്കാരത്തിന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഈ സിനിമ നടന്മാർ, മലയാളത്തിലുള്ള സിനിമ നടന്മാർ അഹങ്കാരമല്ലാത് മലയാളികളെ അഹങ്കാരിയാണ്. ഞാൻ മലയാളി എന്നാലും പറയാം, മലയാളികളൊക്കെ അഹങ്കാരിയാണ്. എന്നാലും സിനിമ നടന്മാർ എല്ലാ ആൾക്കാരും അഹങ്കാരികളാണ്. അതിൽ അഹങ്കാരം കുറച്ച് കുറവായിരുന്നു മമ്മൂട്ടിക്ക്. മമ്മൂട്ടിയെ പറ്റി നല്ല നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടായാലും ഇന്ന് മമ്മൂട്ടിന്റെയും പറഞ്ഞു. കുഴപ്പമില്ല. ഈ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ മോഹൻലാലാണ് ഏറ്റവും വലിയ അഹങ്കാരി. ഇവന്മാർ രണ്ടുപേരും മുകളിലാണ്. സുരേഷ് ഗോപി MP അതിനേക്കാൾ അപ്പുറത്തും ഒരു അഹങ്കാരിയാണ്. ഈ ഇടയ്ക്ക് ഒരു അമ്മച്ചി ഒരു അപേക്ഷ കൊടുത്ത് ബെൽറ്റ് ചാലഞ്ച് അവൻ പറഞ്ഞത് ഇത് നമ്മൾ വിഷയമല്ലായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, ഉദാഹരണത്തിന് പറയാ, ഞാൻ ഒന്ന് പറയാം, ഈ ടൗൺഷിപ്പ് കഷ്ടപ്പെട്ട ആൾക്കാർ ഇഷ്ടംപോലെ അതിൽക്കുറിച്ച് പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നിർത്താതെ ഈ മമ്മൂട്ടിനെയൊക്കെ സിനിമാ നടന്മാരെ സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്ന ഈ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ അടിക്കുന്നത്. ഇതെന്ത് ജ്വല്ലറിന്റെ പരസ്യമാണോ? ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ആ കഷ്ടപ്പെട്ട ആൾക്കാരെ മറന്നിട്ടാണ് ഈ ബാക്കിയുള്ള സെലിബ്രിറ്റിയെ കൊണ്ടുവന്നത്. ഈ മമ്മൂട്ടി അതിലേക്ക് വേണ്ടി എന്തെങ്കിലും ശബ്ദിച്ചുണ്ടോ? ഇല്ല. എന്ന് ഒരു സിനിമയിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? സിനിമയിലോട്ട് ഏതൊരു വേദി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തിനാ കൊണ്ടുവരുന്ന ആൾക്കാർക്കാണ് കാരനെ കുറ്റിക്ക് അടി കൊടുക്കേണ്ടത്. ഈ ഇതിന് ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. അവന്മാർ സ്റ്റേജിന്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടാവില്ല, അത് വേറെ കാര്യം. ഇത് പറയുമ്പോഴത്തേക്ക് ഇത് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുവന്നിട്ട് പറയുമ്പോഴത്തേക്ക് മുസ്ലിം ലീഗുകാരാണ് ഇതിക്ക് മുൻകൈറ്റെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടത്. ഭരണം കമ്മ്യൂണിസ്റ്റിന്റെ കൊണ്ടാണ് ഈ മമ്മൂട്ടിക്ക് വരാനുള്ള കാരണം. ചിലപ്പോൾ അത് BJP ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ സുരേഷ് ഗോപി വന്നേ, അത് വേറെ കാര്യം. പക്ഷെ പറയുമ്പോഴത്തേക്ക് മമ്മൂട്ടി അഹങ്കാരം അല്ലാന്ന് പറയില്ല. പണം വരുമ്പോഴത്തേക്കും സെലിബ്രിറ്റി ആകുമ്പോഴത്തേക്കും അവന്മാർക്ക് ഓട്ടോമാറ്റിക്കലി ഇത് അഹങ്കാരം വരും. അത് ഞാനൊരു സെലിബ്രിറ്റി ആയാലും, ഞാൻ നാളെ ഒരു സിനിമയിൽ അഭിനയിച്ചാലും എനിക്കും അഹങ്കാരം വരും. അത് സ്വാഭാവികമാണ്. പക്ഷെ സിനിമാ നടന്മാരില്ലേ, മലയാള സിനിമ നടന്മാരില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അഹങ്കാരം കുറവായിരുന്നു മമ്മൂട്ടിക്ക്, അത് വേറെ കേസ്. പിന്നെ ബാക്കിയുള്ള ഈ സ്റ്റേറ്റിലുള്ള നടന്മാരൊക്കെ നോക്കുമ്പോഴത്തേക്ക് കേരളത്തിലുള്ള നടന്മാർക്കാണ് ഒരു അഹങ്കാരം കൂടിയിട്ടുള്ളത്. അതും ഈ വിഷയത്തിൽ ഞാൻ പറയുന്നുണ്ട്. പിന്നെ പറയുമ്പോഴത്തേക്ക് മോഹൻലാലിനെ പറ്റിയോ മമ്മൂട്ടിയെ പറ്റിയോ സുരേഷ് ഗോപിനെ കുറ്റം പറയല്ലോ, ഓരോന്മാർ അഹങ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. അഹങ്കാരം ഇല്ലാത്ത നടന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. പൃഥ്വിരാജ്, അവർക്കൊരു അഹങ്കാരമില്ല, ഒന്നുമില്ല. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ നമ്മള് ദിലീപ് ഏട്ടൻ എന്ന് പറയുമ്പോൾ സ്നേഹിക്കാൻ മാത്രം മനസ്സുള്ള ഉടമയാണ്. പിന്നെ എന്ത് കേസായിരിക്കട്ടെ, ദിലീപ് ഏട്ടൻ എന്ന് പറയുന്നത് സ്നേഹിക്കാൻ മാത്രം ഉള്ളൊരു ഉടമ. അത് മാത്രമല്ല, ഈ മതപരമായിട്ടോ കാര്യങ്ങളോ ഒന്നും നോക്കാത്തൊരു നടനുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലും എനിക്ക് അറിയാവുന്ന ഒരു നടനുമാണ് ഒരു ദിലീപിനെ പറയുമ്പോഴത്തേക്ക് ഒരു ദിവസം ഈ നമ്മളെ ഈ ദേപുട്ട് എന്നുള്ളൊരു ഇന്റർവ്യൂ ഇനാഗ്രേഷൻ കഴിഞ്ഞ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു യാദൃക്ഷികമായ ഒരാളെ കൂടെ പോയിട്ട് ദിലീപ് ഏട്ടൻ്റെ കൂടെ ആയിരുന്നു അന്നത്തെ ഡിന്നർ. ദിലീപ് ഞാൻ ദിലീപിരിക്കുന്നത് അന്ന് 5-6 ആൾക്കാരെ ഉണ്ടായുള്ളൂ ബില്ലുണ്ട്. അപ്പൊ ദിലീപിന്റെ കൂടെ ഇരിക്കുന്നത് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് പേരെന്താ ചോദിച്ചു. ഞാൻ പറയുന്നത് നിസാറാണ്. നീ ഇരിക്കുന്നില്ല കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു. അങ്ങനെ എന്നിട്ട് കുറെ കറിയൊക്കെ എനിക്ക് വിളമ്പി തന്നു. അതൊക്കെ നല്ലൊരു കാര്യമാണ് ഈ ദിലീപ് ഏട്ടന്റെ. ഞാനും പറഞ്ഞത് ആ സമയത്ത് ഞാനെല്ലാം ഒഫീഷ്യലായിട്ട് പോകുന്നു. അന്ന് രാത്രി എന്തോ കറങ്ങാൻ വരുന്ന ഒരു കോൾ വിളിച്ച് ഒരാൾക്ക് ഒരു ഫയൽ കൊടുക്കാൻ വേണ്ടി പോയ സമയത്താണ് ദിലീപ് ഏട്ടനെ കണ്ടെത്തി. എന്തായാലും ഒരു കച്ച സർട്ടിഫിക്കറ്റ് ഒരു വ്യക്തിയാണ്. ആ സമയത്തോട് അയാൾ എന്നെ ചേർത്ത് പിടിച്ചു, അത് വേറെ കാര്യം. പക്ഷെ പിന്നെ കാര്യമുണ്ട്, ഇത് വലിയ ഇഷ്യൂ ആക്കുന്നൊരു കാര്യമൊന്നുമില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മളെ പിണറായി വിജയൻ അമ്മച്ചിനെ ഊന്തി അങ്ങോട്ട് അടച്ചിട്ടുണ്ട്, എന്റെ കൂടെ നിൽക്കരുത്, ഫോട്ടോ എടുക്കുന്നവർക്കാരെ ബെൽറ്റ് എറിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ അഹങ്കാരം, അതാണ് സംഭവം. അന്ന് ഞാൻ എന്റെ ബ്ലോഗ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നുണ്ട്. പിന്നൊരു കാര്യം പറയുന്നുണ്ട്, ഏതെങ്കിലും ഇനാഗ്രേഷൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇഷ്ടപ്പാട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അവർ ഒരിക്കലും മറക്കരുത് എന്നാ നിർത്തുന്നു. നന്ദി, നമസ്കാരം.